ഈ സിസ്റ്റേഴ്സ് അവരുടെ കൂടെ താമസം 30 വർഷമായിട്ട് 3 വർഷം കൂടുമ്പോൾ നാട്ടിൽ ചിലപ്പോൾ 1 മാസത്തേക്ക് പോകും. അവരുടെ കൂടെ അവരുടെ ഭാഷ പഠിച്ച് അവരുടെ കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവർക്ക് ഈശ്വരനെ കൊടുത്തവർ ജീവിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ സഹോദരങ്ങളെ സമർപ്പിച്ച്, എല്ലാ മിത്രന്മാരെ സമർപ്പിച്ച് 2 കരങ്ങൾ ഉയർത്തി ഒന്നോടെ പാടി പ്രാർത്ഥിച്ചേ. നന്ദി 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 അർഹത നോക്കാതെ ചൊരിയുന്ന സൗജന്യദാനമാവൻ കൃപയ്ക്ക് നന്ദി 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 നന്ദി. പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ വിളിച്ചിപ്പോൾ പുറത്ത് പോയി കൊച്ചനാണുള്ളത്. കൊച്ചൻ അവിടെ തന്നെ പഠിച്ചതാണ്. നമ്മൾ മലയാളി അച്ഛൻ ആഫ്രിക്കയിൽ പോയി അവരുടെ ഭാഷയിൽ പഠിച്ച് തിയോളജി ഫിലോസഫി എല്ലാം പഠിച്ച് വൈദികനായിട്ട് മാറി കഴിഞ്ഞാൽ പട്ടം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പള്ളിയിൽ പള്ളിമുറിയിൽ കള്ളന്മാർ 8 പ്രാവശ്യം കൊണ്ട് കയറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ട് കയറി കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിയുടെ മുന്നിടുന്ന കൂർക്ക അയാളെ വാച്ച്മാനെ അവരെ വെട്ടി അങ്ങ് കൊന്നു കള്ളന്മാർ. എന്നിട്ട് അച്ഛന്മാരെ കൊല്ലാൻ വേണ്ടി കൂടി കയറിയതാണ്. എന്നിട്ട് അച്ഛനെ നോക്കിയിട്ട് അച്ഛനെ ഈ മദ്യപാങ്ങി വോട്ടറില്ലേ, വോട്ടറിന് അടി ഒളിച്ചില്ല. അവന്മാർ കള്ളന്മാർ വന്നിട്ട് വോട്ടറിന്റെ ഇവിടെ അവിടെ വെട്ടി പൊളിച്ചു കിടക്കാണ്. പക്ഷെ അച്ഛനുള്ളിൽ ആ അച്ഛൻ രക്ഷപ്പെട്ടു. അന്ന് രാത്രിയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അച്ഛന്മാർ ഒരിക്കലും ഇവിടെ താമസിച്ചില്ല, തിരിച്ചു പോകുന്ന അവർക്ക് തോന്നി. ഇടവക്കാർക്ക് ഇടവക്കാരെന്ന് വൈകുന്നേരം വന്ന് അച്ഛന്മാരെ ചുറ്റുന്ന കരയാണ്. അച്ഛന്മാരെ ആളുകൾ വന്ന് ചുറ്റുന്ന കുട്ടി കരയാണ്. അച്ഛന്മാരെ പോകരുതേ എന്ന് പറഞ്ഞിട്ട് കരയാണ്. ഞങ്ങൾക്ക് ബലി പറഞ്ഞ് കുർബാന പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞ് കുട്ടി ഏത് കരയാണ്. അപ്പം അച്ഛന്മാർ പറഞ്ഞ് ഈ ആൾക്കാരെ കരച്ചിൽ കഴിഞ്ഞപ്പോൾ ജീവൻ പോയാലും കുഴപ്പമില്ല, ഇവരെ സ്നേഹിച്ച് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് അവരോടൊന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അന്ന് വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നം കൊടുത്ത് പൊക്കെ ഇവിടെ നിൽക്കണ്ട, ചിലപ്പോൾ കള്ളന്മാർ വന്നതിന്റെ പ്രശ്നം നിങ്ങൾ പൊക്കെ നിങ്ങൾ പുറത്തു വന്നാലും അറിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുവന്നതാവും അവിടെ പൊക്കോളം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെയുള്ള റിസ്ക്കുള്ള സ്ഥലങ്ങളിലാണ് 100 അച്ഛന്മാരും 100 മലയാളി സിസ്റ്റേഴ്സും ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്ക് അഭിമാനിക്കാൻ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. God is good all the time. God is good and that's his nature. Wow, wow, wow. ഇത് ഉഷാറില്ലല്ലോ പറയാന്. ആഫ്രിക്കക്കാരെ പറയണം. അവർക്ക് പറഞ്ഞേ God is good all the time. കേൾക്കുന്നില്ല. God is good all the time. God is good and that's his nature. Wow, wow, wow. എനിക്കാണെങ്കിൽ പൗന്നൊക്കെ പറയാൻ നാളെ വരുന്നു. പിന്നെ പാടിച്ചൊക്കെ പഠിച്ചു. Praise the Lord. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ പാട്ടിന് അടുത്ത് വരി കുറച്ചും കൂടെ മനോഹരമാണ്. അവർക്ക് പഠിക്കുവാനെ പാപം വർദ്ധിച്ചിടത്ത് കൃപയും വർദ്ധിച്ചുവല്ലോ. പാപം വർദ്ധിച്ചിടത്ത് കൃപയും വർദ്ധിച്ചുവല്ലോ. ഇനിമേൽ നിന്റെ കരുണയെ പാടാം, പാപത്തെ വെറുത്തുപേക്ഷിച്ചിടാം. ഇനിമേൽ നിന്റെ കരുണയെ പാടാം, പാപത്തെ വെറുത്തുപേക്ഷിച്ചിടാം. പാപത്തെ വെറുത്തുപേക്ഷിച്ചിടാം. അർഹത നോക്കാതെ വിടുന്നു ചൊരിയുന്ന സൗജന്യദാനമാവൻ കൃപയ്ക്ക് നന്ദി 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 നന്ദി. Praise the Lord. വളരെ നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കുകയാണ്. എത്രയോ കരുണയാണ് അദ്ദേഹം നമ്മളെ കാണിച്ചത്. നമ്മൾ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ഏറ്റവും മാരകമായ പാപം മറവി എന്ന പാപം. ദൈവത്തെ മറക്കുകയാണ്. ദൈവം നമ്മുടെ മനുഷ്യരുടെ കരുണയെ നോർത്തു പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. വളരെ ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. പാപം വർദ്ധിച്ചിടത്ത് കൃപയും വർദ്ധിച്ചുവല്ലോ. പാപം വർദ്ധിച്ചിടത്ത് കൃപയും വർദ്ധിച്ചുവല്ലോ. ഇനിമേൽ നിന്റെ കരുണയെ പാടാം, പാപത്തെ വെറുത്തുപേക്ഷിച്ചിടാം. ഇനിമേൽ നിന്റെ കരുണയെ പാടാം, പാപത്തെ വെറുത്തുപേക്ഷിച്ചിടാം. പാപത്തെ വെറുത്തുപേക്ഷിച്ചിടാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. നമുക്ക് ഭക്ഷണം നൽകിയത് നന്ദി പറയണം. ഭക്ഷണം നൽകിയത്, വീട് നൽകിയതിന്, ആരോഗ്യം നൽകിയതിന്. ഞാൻ അച്ഛനെ കണ്ടു. അച്ഛന് പിന്നെ 22ാമത്തെ വയസ്സിൽ ബ്രദറായിട്ട് അവിടെ വന്നതാണ്. നല്ല ചെറുപ്പം. ഡിഗ്രി കഴിഞ്ഞപ്പം ഡിവൈനൊക്കെ ധ്യാനം കൂടി, ശാലൊക്കെ ധ്യാനം കൂടി പവറായിട്ട് അച്ഛനൊരു ആഗ്രഹം. അച്ഛൻ ആഫ്രിക്കയ്ക്ക് പോകണം. അങ്ങനെ അദ്ദേഹം ഇൻസെൻഷൻ കോർപ്പറേഷൻ ചേർന്ന് ചെമ്മാസിനായിരിക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞ അദ്ദേഹം ആഫ്രിക്കയ്ക്ക് വന്നു. നൈറോബിയിൽ അവിടെ വന്നു. അദ്ദേഹം വീട്ടിലെ ഒരു വാടക വീട് കിട്ടി അവിടെ താമസിക്കുകയാണ്. അച്ഛൻ പറയാൻ ബിജുന്നാണ് പേര്. അച്ഛൻ പറയാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടുടമസ്ഥ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വീട്ടിലെ കൊച്ചിനെ ആരുടെ വിഗ്രഹിച്ച് പോകുന്നത്. ഞെട്ടിപ്പോയി. വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കുളിക്കണം എന്ന് ആഗ്രഹം. ചെറുകുളം കൊണ്ടുപോകുന്നത് കുളിക്കാനായിട്ട് ആരെ കുളിച്ചു. എന്തോ ചെറിയ ഭക്ഷണം. കുറച്ച് ദിവസം കഴിഞ്ഞ് പിതാവ് പഠിക്കുന്ന മലേറിയ വന്നപ്പോൾ ചത്തുപോകുന്ന കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും നോക്കാനൊന്നുമില്ല എങ്കിലും ആരൊക്കെ ഒന്ന് നോക്കി അങ്ങനെ മലേറിയ രക്ഷപ്പെട്ടു. പിന്നീട് വീണ്ടും വീണ്ടും മലേറിയ, പിന്നെ കുറച്ചുമ്പോൾ ടൈഫോയിഡ്. അദ്ദേഹം അവിടെ 18 വർഷമായി 70 പ്രാവശ്യം അച്ഛന് മലേറിയ ടൈഫോയിഡ് 70 പ്രാവശ്യം. അദ്ദേഹം വളരെ ഒരു ദിവസം ഇങ്ങനെ മലേറിയ ടൈഫോയിഡ് വന്നിട്ട് അദ്ദേഹം ഈശോയുടെ ദിവ്യാദർശനത്തിൽ പ്രാർത്ഥിച്ചു. ഈശോയെ, ഞാൻ എന്തിനാണ് വന്നത്? എനിക്ക് നാട്ടിൽ പോകണമെന്നൊരാഗ്രഹം. ഈശോയുടെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, എൻ്റെ ശുശ്രൂഷ ചെയ്യണം. അച്ഛൻ ഈശോ പറഞ്ഞു, സംസാരിച്ചു. അച്ഛനെ തീരുമാനത്തോടെ നിൽക്കാനായിട്ട് അച്ഛനോട് നിന്നു. വൈദികനായി ഇപ്പോൾ ഇൻസെൻഷൻ അച്ഛന്മാർ 24 പേരാണ്. 3 രാജ്യങ്ങളാണ്. അവരുടെ സുപ്പീരിയറായിട്ട് ഈ അച്ഛൻ ഒരു പ്രായമാണ്. എന്തായാലും അച്ഛൻ അവിടെ 24 അച്ഛന്മാർ സുപ്പീരിയറായിട്ട് അവിടെ ധ്യാനകേന്ദ്രങ്ങൾ നടത്താൻ എല്ലാം നേതൃത്വം കൊടുക്കുകയാണ്. അത്ഭുതകരമായ കാര്യമാണ് അവിടുത്തെ അച്ഛന്മാരിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഹാലേലൂയ. 70 പ്രാവശ്യം മലേറിയയും ടൈഫോയിഡും വന്ന് ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹാലേലൂയ. എല്ലാ വൈദികരോടും അഭിമാനത്തോടെ ഹാലേലൂയ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ വൈദികർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കണം. അത്ഭുതകരമായ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫ്രാൻസിസ് അച്ഛൻ മലയാളി കോട്ടയക്കാരനാണ്. അച്ഛൻ അവിടെ ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, പട്ടണം 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 2 വർഷമായി. അച്ഛൻ പറയണം, അവിടെ ശുശ്രൂഷ ചെയ്ത് ഒരു വെള്ളമൊന്നും ഒന്നുമില്ല. ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുണ്ടിലേക്കുള്ള ചാട്ടാണ്. കാരണം പിന്നെ ജീപ്പിന് പോകണം, വലിയ കാറിലെ ജീപ്പൊക്കെ പോകണം. അപ്പോൾ പലപ്പോഴും ഒരു ജീപ്പുണ്ട് അവർക്ക്. അതായത് അച്ഛൻ പറയാണ്, അവിടെ ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവം കൃപ നൽകി. നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ പോയായിരുന്നു. നമ്മുടെ ഇവിടുന്ന് ശുശ്രൂഷ പോയി 5 ദിവസം അച്ഛനോട് താമസിച്ചു. അച്ഛന് നല്ല ശക്തിയെ ശുശ്രൂഷ ആരംഭിച്ച് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും 100 ആൾക്കാർ വരാം. യേശുവേ നന്ദി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ 60 പേര് ഒരു ഗ്രാമം മുഴുവൻ യേശുവിലേക്ക് കത്തോലിക്ക സഭയിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛൻ എല്ലാവരും വിളിച്ച് മാമോദിസ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മലയാളിച്ചമാർ 1-2 പേരല്ല മാമോദിസ, 100 ആൾക്കാരെ മാമോദിസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ CC ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനെ സ്വന്തം കൈകൊണ്ട് അച്ഛൻ 22,000 ആൾക്കാരെ മാമോദിസ നോക്കി. ഹല്ലേലൂയ. including the Chief Minister of Arunachal Pradesh. Praise the Lord. ഇദ്ദേഹമാണ് മാമോദിസ നോക്കിയത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാര് സിസ്റ്റേഴ്സ് ഇതുപോലെ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയി 10-15 വർഷം മുമ്പാണ് കൂട്ടണം. അങ്ങനെ ശുശ്രൂഷ ചെയ്യുക. അവരെല്ലാം ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. നന്ദി. സന്തോഷത്തോടെ ജീവനോടൊന്ന് പാടിക്കേ. ആരാണ്? പുതിയത് വന്നു കഴിഞ്ഞു.
Praise the Lord. പറഞ്ഞു നസ്രത്തിലെ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. Praise the Lord. യേശുവേ നന്ദി. പ്രാവശ്യം 15ഓളം ആൾക്കാർ വന്നായിരുന്നു ആഫ്രിക്കയ്ക്ക്. പ്രിയപ്പെട്ടവരെ വലിയൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ടീൻസ് കുറച്ച് പേര് വന്നാലും ടീനേജ് ബോയ്സ് ആൻഡ് ഗേൾസ് അവർക്കൊക്കെ ഭയങ്കര അനുഭവം. അവർ കണ്ടു പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കണ്ടു, അവർ കണ്ടു ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, എയ്ഡ്സ് രോഗികളെല്ലാം കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ കണ്ടു, അത് ഹെൽപ്പ് ചെയ്തു, പട്ടാളങ്ങളൊക്കെ അവരെ പാട്ട് പഠിപ്പിച്ചു, ശുശ്രൂഷകൾ ചെയ്തു. വലിയൊരു അനുഭവമായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് ആക്കാൻ വേണ്ടി രാത്രിയും പകലും കടന്ന് കഷ്ടപ്പെടുകയാണ്. അച്ഛന്മാരൊക്കെ ചിലർ ഉറങ്ങുന്ന 2 മണിക്കാണ് വിളിക്കുന്നത്. അത്രയും സമയം ആൾക്കാരെ കണ്ട് പ്രാർത്ഥന, ഡിലിവറൻസ് പ്രയർ, ശുശ്രൂഷ ചെയ്ത് കുമ്പസാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. യേശുവേ നന്ദി. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. അവർക്ക് സ്വത്രക്കാഴ്ച വിധവ കൊച്ചുകാശ് പോലെയാണ് സ്വത്രക്കാഴ്ച. അവർക്ക് ചിലപ്പോൾ അവർ പലപ്പോഴും സ്വത്രക്കാഴ്ച ഇല്ലാത്തത് എല്ലാം മുഴുവനും ഇടും. എല്ലാം ഇട്ടിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ അയ്യോ വണ്ടിക്കൂലി എടുത്തില്ലോ, എന്നിട്ട് റോഡിൽ വരും. അച്ഛാ വണ്ടിക്കൂലി എടുക്കാൻ മറന്നുപോയി. അത്രയും സിമ്പിൾ ഹൃദയമുള്ള ആൾക്കാരാണ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. പൈസ ഇഷ്ടംപോലുള്ള ആൾക്കാർ കുറച്ച് പേർക്ക് അവർ ഇഷ്ടംപോലെ കൊടുക്കും. ഒരാൾ അതിന് അച്ഛാ അവിടെ വലിയൊരു ഇത് പണിയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അയാൾ പിന്നെ അയാൾക്ക് ബിസിനസ്സിൽ പിന്നെ തവറും തൈപ്പണായിട്ട് ഇരുന്നത് പ്രാർത്ഥിച്ച് നിൽക്കുക ശരിയായി. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന അതിന് ഓഹരി കൊണ്ട കൊടുക്കുന്നതെല്ലാം പണിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സെൽഫ് ചെയ്ത് ധ്യാനകേന്ദ്രവും വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ഒരു പിന്നെ കുറച്ച് ദിവസമൊക്കെ നിങ്ങൾ ഇങ്ങനെ പോകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ. പറഞ്ഞേ, ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ. അത് നടത്താൻ വേണ്ടി നിങ്ങൾ പോകണം. പ്രൈസ് ദി ലോർഡ്. ദ ബെസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ്. ഹല്ലേലൂയ. 3 ഹല്ലേലൂയ ജീവനോട് പറഞ്ഞേ. Praise the Lord. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പറയാനായിട്ട് ഒരു വിഷയം കർത്താവ് നൽകിയത് എസെക്കിയേലിന്റെ പ്രവചനം 2-8 വാക്യം ദൈവം പറയാണ്, നിങ്ങൾ ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ ധിക്കാരി ആകരുത്. അതാണ് ദൈവമായ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു വചനം. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക, ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ധിക്കാരിയാകരുത്. അപ്പൊ എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ഒരു പ്രത്യേക ഭാവമാണ് ധിക്കാരം, റെബല്യസ് നേച്ചർ. പല പാരന്റ്സും പിള്ളേരെ കൊണ്ട് അച്ഛാ ഇത് ഭയങ്കര ധിക്കാരമാണ്, ഭയങ്കര റെബല്യസ് ആണ് എന്ന് പറയാറുണ്ട്. കളിക്ക് പിടിക്കാൻ ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ അങ്ങനെ പറയാറുണ്ട് പല പാരന്റ്സ്. ചില പാരന്റ്സിന്റെയാണ് തലക്കി പിടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏതായാലും നമുക്ക് എല്ലാവരും ഉള്ളൊരു ഒരു ഭീതിയാണ് റെബല്യസ് നേച്ചർ, ഈ ധിക്കാരം. അപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ധിക്കാരികളുടെ ഭവനങ്ങളിൽ കാണും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചിന്ത വരും, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിപ്പോകാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാണ് ഒരു മോനെ വന്നിട്ട് ചോദിച്ചാണ്, അച്ഛാ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യൻസ് നിങ്ങളൊരു പ്രാർത്ഥനയൊക്കെ പോകും, നിങ്ങൾക്ക് എപ്പോഴും ദാരിദ്ര്യം, കട്ടപ്പാട്, ദുരിതം, പട്ടിണി, ഇത് ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ സുഖമായിട്ട് ഇഷ്ടംപോലെ ജീവിക്കുന്നു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അപ്പൊ അച്ഛനും പറഞ്ഞാൽ ശരിയാണ്. അത് നമ്മുടെ അനേകം മുതിർന്നവരായി കുട്ടികളെ മാത്രം നമ്മളെ മുതിർന്നവരെ പോലെ ചിലപ്പോൾ സ്വാധീനിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ധിക്കാരികളുടെ ഭവനത്തെ പോലെ ധിക്കാരിയാകാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. അത് വിട്ടുപോകാനുള്ള ഒരു കരുതാണ് ഡൊമിനിക്കേഷൻ ആദ്യമേ നമ്മളോട് പറഞ്ഞത്. എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് തരുന്നത് നീ വാ തുറന്ന് ഭക്ഷിക്കുക. അപ്പൊ ദൈവം നമുക്ക് തരുന്ന വചനം നമ്മൾ വാ തുറന്ന് ഭക്ഷിക്കുമ്പോഴാണ് ഈ ധിക്കാരത്തിന്റെ ഒരു അരുവി നമ്മൾ വിട്ടുപോകുന്നതിന്റെ ഒരു ഘട്ടമാണ്. നമുക്കറിയാം, ആദ്യ പാപം തന്നെ ധിക്കാരത്തിൽ നിന്നാണ് ഉളവായത്. ആദ്യ പാപം. ലാറ്ററൻ കൗൺസിലിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് അല്ലെങ്കിൽ റിബല്യസ് ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വായിക്കാം. The devil and other demons were created good by God, but have become evil by their own will. അനേകം കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് സംശയം എങ്ങനെയാണ് ഈ പാപം വന്നത്. ഇപ്പൊ സഭ പഠിപ്പിക്കുകയാണ്, The devil and other demons were created good by God, but have become evil by their own will. അപ്പൊ നമുക്ക് ഈ ഫ്രീഡം തന്നത് കാരണം, ഈ വില്ല് തന്നത് കാരണം എന്ത് പറ്റി? ഈ ഹവ്വ അത് അവരെ വിശ്വസിച്ചു. നമുക്ക് അങ്ങനെയാണ്, നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ ഒരു കുട്ടി ചാത്തനായിട്ട് മാറുന്നത്. നമ്മളെല്ലാം മാലാഖയായി
കൃപയായി ദൈവം സൃഷ്ടിച്ചാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ റിബല്യസ് നേച്ചർ കൊണ്ട് വന്ന് ദൈവത്തെ അങ്ങോട്ട് തട്ടിക്കളയാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. റിബല്യസ് നേച്ചർ. അപ്പൊ പ്രവാചകനായ എസെക്കിയേലോട് ദൈവമായ കർത്താവ് പറയാണ്, എസെക്കിയേലേ, നിനക്ക് നീ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. മനുഷ്യപുത്ര, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. നീ ധിക്കാരിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നത് വാ തുറന്ന് ഭക്ഷിക്കണം. ബൈബിൾ പറയാണ്, എസെക്കിയേൽ വാ തുറന്നു, ദൈവം ഒരു ചുരുള് അവന്റെ അധരത്തിലേക്ക് വെച്ചു കൊടുത്തു. അവന്റെ ചവച്ചരച്ച് ഭക്ഷിച്ചു. അത് അവന്റെ നാവിൽ പോലെ മധുരിച്ചു. ചവച്ചരച്ച് വന്ന് വചനം ശരിക്കും അങ്ങോട്ട് ഭക്ഷിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള തിന്മകളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത്. ഭക്ഷിച്ചു. അതിനുശേഷം ദൈവമായ കർത്താവ് എസെക്കിയേലിനോട് പറഞ്ഞു, എസെക്കിയേ, നീ പോയി ആ ധിക്കാരികളുടെ ഭവനത്തോട് നീ പറയണം. അത് നമ്മുടെ വേറെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ധിക്കാരികളുടെ ഭവനത്തോട് പറയുമ്പോൾ ചിലപ്പോൾ അവർ ധിക്കരിക്കും. പക്ഷേ ചില ധിക്കാരികൾ ഹൃദയത്തിലേക്ക് വരും. ഫ്രാൻസിസ് ഒരു ധിക്കാരിയായിരുന്നു. ആര്യ സർവകലാശാലയിലെ ഉന്നതമായ ബിരുദങ്ങൾ, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു, ഇഷ്ടംപോലെ സമ്പത്ത്, ഇഷ്ടംപോലെ നല്ല ആരോഗ്യം. അങ്ങനെ ദൈവത്തെ ധിക്കരിച്ച് പള്ളിയിൽ പോലെ അങ്ങനെ പോവാതെ പൂവാണത്തെ ഏറ്റവും പുറകിലിങ്ങനെ പോയി ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധിക്കാരിയുടെ ഭവനത്തോട് കൽപ്പിക്കാൻ ദൈവം ഇഗ്നേഷ്യസ് ലയോളയെ അയച്ചു. ഇഗ്നേഷ്യസ് ലയോള ധിക്കാരിയായ ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസേ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താണ് പ്രയോജനം? അവൻ ധിക്കാരിയായിരുന്നു. അവൻ ധിക്കരിച്ചിട്ട് ഇഗ്നേഷ്യനോട് താൻ തന്നെ പണി നോക്കണമെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ഇഗ്നേഷ്യസ് ലയോള പിറ്റേ ദിവസം വന്നു. കാരണം ഇഗ്നേഷ്യസ് ലയോള യേശുവിനെ കണ്ടെത്തിയ വ്യക്തിയാണ്. അവരൊരു കാലഘട്ടത്തിൽ വലിയ പട്ടാള മേധാവിയെ നടക്കുന്ന സമയത്ത്, ദൈവത്തെ ഉപേക്ഷിച്ച് നടക്കുന്ന സമയത്ത് കാലിൽ വെടിയുണ്ട നിറച്ച് വെടിയുണ്ടയേറ്റ് ആശുപത്രി കിടക്കുമ്പോഴാണ് ഒരു നേഴ്സിന് ബൈബിൾ കൊണ്ടു കൊടുത്ത് ബൈബിൾ വായിച്ച് യേശുവിനെ അറിഞ്ഞത്. അപ്പൊ ആ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ് ഇഗ്നേഷ്യസ്. ഇഗ്നേഷ്യസ് വീണ്ടും പിറ്റേ ദിവസം വന്നു. വീണ്ടും പറഞ്ഞു, ഫ്രാൻസിസേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ എന്ന് പ്രയോജനം. അന്ന് ഫ്രാൻസിസ് നയിച്ചില്ല. പക്ഷേ വീണ്ടും ഇതാ ഇഗ്നേഷ്യസ് ലയോള വരികയും പറയുകയും ചെയ്തു. അന്ന് ഫ്രാൻസിസിലേക്ക് വചനത്തിന്റെ അഗ്നി വ്യാപരിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് ചിന്തിച്ചു, അദ്ദേഹം പറഞ്ഞു, ശരിയാണല്ലോ, ഞാൻ ലോകം മുഴുവൻ നേടിയിട്ടുള്ള എല്ലാവരും ഉണ്ടെങ്കിലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ്? അങ്ങനെയാണ് ഫ്രാൻസിസ് മാനസാന്തരം. ധിക്കാരിയുടെ ഭവനത്തോട് പോയി പറയുക. ഒരുപക്ഷെ നമ്മുടെ ചില മക്കൾ ധിക്കാരികളായിരിക്കും. പക്ഷേ പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ അവൻ തരുന്ന വചനം നമ്മൾ ശരിക്കും നമ്മൾ ഭക്ഷിച്ചതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് അഭിഷേകമായിട്ട് മാറിയെന്ന് പറയുമ്പോൾ അത് വലിയ വ്യത്യാസം പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രത്യേക വചനം എനിക്ക് കർത്താവ് നൽകി. അത് ലമെന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം ചാപ്റ്റർ 1 വേഴ്സ് 18. നമുക്ക് എടുത്ത് വായിക്കാം. കർത്താവിന്റെ പ്രവൃത്തി ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞത്, മൈ വെർജിൻസ് ആൻഡ് മൈ യങ് മെൻ ഹാവ് ഗോൺ ടു ക്യാപ്റ്റിവിറ്റി. മൈ വെർജിൻസ് ആൻഡ് മൈ യങ് മെൻ ഹാവ് ഗോൺ ടു ക്യാപ്റ്റിവിറ്റി because I rebelled your word. നിന്റെ വളരെ റിബല്യസ് ആയിട്ട് ഞാൻ പലർത്തോട് പെരുമാറിയത് കാരണം എന്റെ മക്കളും my virgins and my young men were gone to captivity. ഇത് മലയാളത്തിൽ പറയുന്നത് എന്റെ തോഴിമാരും എന്റെ യുവാക്കളും നാട് കടത്തപ്പെട്ടു. കാരണം എന്താണ്? ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു. അവിടെ വചനത്തെ ധിക്കരിച്ചു. ജനതകളെ കേൾക്കുവിൻ, എന്റെ ദുരിതങ്ങൾ കാണുവിൻ. എന്റെ തോഴിമാരും എന്റെ യുവാക്കളും നാട് കടത്തപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരു വീട്ടില് അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാറ്റീസിന് വിടണം, നിങ്ങളുടെ പലപ്പോഴും ധ്യാനത്തിനൊക്കെ ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞപ്പോ അതിനൊട്ടും താല്പര്യമായിരിക്കും. നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. അങ്ങനത്തെ ആ കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ. കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് പിന്നെ 2-3 വട്ടം കഴിഞ്ഞപ്പോ എന്നോട് ആത്മെന്ന് പറയുന്നത്, അച്ഛാ, ഈ മക്കൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, കൂപ്പിട് റിബല്യസാണ്. രണ്ടുപേരും വീട്ടിൽ വന്ന മുറിയിൽ പേര് വാലടച്ചു പുറകെ താഴ്ത്തിട്ട് പറഞ്ഞു തരത്തില്ല, ഒന്ന് ഹൃദയം സംസാരിക്കുകയില്ല, എന്നെ ഒന്ന് അപ്പാന്ന് പോലും വിളിക്കത്തില്ല, എന്നെ ഡാഡി അപ്പാന്ന് വിളിക്കത്തോലുമില്ല.
കണ്ടില്ലാത്തതില്ലാതെ പോകും. റെബല്യസ് നേച്ചറായി. പ്രിയപ്പെട്ടവരെ, അതിന് ഒരു കാരണം എല്ലാം അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാരണം ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ പ്രവൃത്തി നീതിയുക്തമാണ്. ഞാൻ അങ്ങനെ വചനത്തെ ധിക്കരിച്ചു. ഞാൻ അങ്ങനെ വചനത്തെ ധിക്കരിച്ചപ്പോൾ എന്ത് പറ്റി? എന്റെ വെർജിൻസും എന്റെ യുവാക്കന്മാരും എന്റെ മക്കളും നാട് കടന്നു. ദേവർ അണ്ടർ ക്യാപ്റ്റീവ്സ് ആയിട്ട് മാറി, അടിമപ്പെട്ടു പോയി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഒരു ദിവസം അനുദപിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റെബല്യസ് ആയിട്ട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുദപിക്കണം. റെബല്യസ് നേച്ചർ ചിലപ്പോൾ അത് ഉള്ളിൽ വന്നായിരിക്കും, ചിലപ്പോൾ പുറത്ത് പ്രകടിപ്പിച്ച് കാണത്തില്ല. ഞാൻ ജീവിതത്തിൽ ഞാനൊരു ഒരിക്കൽ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സാക്ഷ്യം പറയാം. ഒരു എളുപ്പപ്പെട്ട് പരസ്യകുമ്പസാർ എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഞാൻ അട്ടപ്പാടി ശരിയാലയത്തില് പട്ടാളത്തിലെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പട്ടാളത്തിനോട് പറഞ്ഞു, സോജി, നമുക്ക് ദൈവമായ കർത്താവ് ഒരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. ടിവിയിൽ വചനം ശുശ്രൂഷിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. ശാലോം ടി വി ആരംഭിച്ചു. അവിടെ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ വചനം പ്രഘോഷിക്കണം. അച്ഛനെ അവരോട് നന്നായിട്ട് വചനം കൊടുക്കണം. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു റിബല്യസ് നേച്ചർ. ഇപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ പിശാച് പറയണം, നീ പിന്നെ ടി വിയിൽ വന്നാൽ പറഞ്ഞു, ബാക്കി നേരത്തെ ഞാൻ പറയാം. ഇങ്ങനൊരു ചിന്ത എന്റെ ഉള്ളിൽ, ഒരു റിബല്യസ് നേച്ചർ. ഞാൻ അച്ഛന്മാരെ പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ അധികം ഗൗരവമായിട്ട് കണ്ടൊന്നുമില്ല. അച്ഛനിടയ്ക്ക് പാവം, അച്ഛന് വളരെ പാവമായത് കാരണം കാണുമ്പോഴൊക്കെ പറയാം, ചോദിച്ചു വളരെ കൊടുക്കണം, ഒപ്പ് കൊടുക്കണം. ഞാനത് മൈൻഡ് ചെയ്തില്ല. പരസ്യമായിട്ട് പ്രോത്സാഹിക്കണം. അന്ന് അച്ഛനെ വളർന്നെന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഏതായാലും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ടി വിയിലുള്ള വചനത്തോട് ഒരുപാട് ആൾക്കാർക്ക് സൗഖ്യം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അതിനൊന്നും എനിക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് കുറെ പൈസ പോകും, കുറെ പൈസ നഷ്ടപ്പെടും. അപ്പൊ ഇതിനൊക്കെ സമയങ്ങളുടെ ആവശ്യമുണ്ടോ ഈ ചിന്തയായിരുന്നു. അന്ന് ഞാൻ 10-15 കൊല്ലം മുമ്പാണ് എനിക്ക് ചിന്തിക്കാൻ അങ്ങനത്തെ ഒരു നല്ലൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പറ്റി ഞാൻ അങ്ങനെ ശരിക്കും വചനം കിട്ടിയില്ല. അങ്ങനെ ടി വികളുടെ ടോക്കുകൾ റെക്കോർഡുകൾ കൊടുത്തില്ല. അപ്പോൾ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ദൈവം ഇതിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നഷ്ടപ്പെട്ടു പോയി. അന്ന് ഞാൻ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ക്ലാസ് എടുക്കുമായിരുന്നു. കുർബാനയെ കുറിച്ച് എന്റെ ക്ലാസ് എനിക്ക് കർത്താവിന്റെ ആത്മാവിനെ കൊണ്ട് വലിയൊരു അഭിഷേകമായിരുന്നു ക്ലാസ്. അച്ഛൻ പറഞ്ഞു, ഇതേ സൂചി ടോക്ക് റെക്കോർഡ് ചെയ്ത് നോക്കണം. ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. അച്ഛൻ നല്ലവരേക്ക് പറഞ്ഞു. പിന്നീട് എനിക്ക് ഒരിക്കലും ആ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ആ കാരണം അതിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ദൈവമേ, ഇത് എന്റെ ഒരു റിബല്യസ് നേച്ചറാണ്. എന്താ പറഞ്ഞ ഒരു ധിക്കാരപരമായ അനുസരണത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവ രീതി. അപ്പൊ അതിലൂടെ കുറെ കൃപകൾ ഞാൻ നഷ്ടപ്പെടുത്തി കാണും. ഈ ഒരു കർത്താവ് നൽകിയ ഒരു ശുശ്രൂഷ വേണ്ടവണ്ണം ഗൗരവത്തോടെ കരുതാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ ഞാൻ കേംബ്രിഡ്ജ് ധ്യാനത്തിന് പോകുമ്പോൾ ഓടി വന്ന് പറയാം, അച്ഛാ നോക്കിയാച്ച എന്റെ കയ്യിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു, വലിയൊരു മുഴ. അണ്ടത്തെ പറ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ മാറാണത്തെ കണ്ടത് കണ്ട് ഞാൻ പ്രാർത്ഥന മുഴയൊക്കെ മാറിപ്പോയി. ദൈവമേ, ഞാൻ ചിന്തിച്ച് പണ്ടെന്നോട് പട്ടാഴ്ച എത്രയോ ടോക്കൺ ഞാൻ എടുത്തിരുന്നെങ്കിൽ എത്രയോ ആൾക്കാരും ഹീലിങ്ങും ഡെലിവറൻസ് എല്ലാം ദൈവം കൊടുത്തത്. ഞാൻ മടി പിടിക്കുകയും അത് ഉഴപ്പുകയും ചെയ്ത കാരണം സംഭവിച്ചില്ല പല കാര്യങ്ങളും. ഇപ്പൊ ഞാൻ കുറെ കർത്താവിന് മാപ്പ് ചോദിച്ചു. ഇപ്പോഴും ഇങ്ങനെ പലരോടും പറഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹാലലുയ, യേശുവേ നന്ദി. അപ്പൊ ദൈവമായ കർത്താവ് നമ്മളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യം നമ്മുടെ റിബല്യസ് നേച്ചർ കാരണം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ നിങ്ങൾ ചിലരോട് പറയട്ടെ, ചേച്ചിക്ക് നല്ല ഈ ഒരു സുശേഷത്തിലേക്ക് കൃപയാണ്, ഇന്ന ഒരു കാര്യം കൃപയാണ്. അപ്പൊ നിങ്ങൾ പറയണം, അച്ഛനൊരു എന്ത് പറ്റി? നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അതോടുകൂടി ബ്ലോക്ക് പണി തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ബ്ലോക്ക് അടിച്ചു. പിന്നെ അത് പറ്റിയില്ല. അപ്പൊ നമുക്ക് ഈ ധിക്കാരത്തിന്റെ കാര്യം പല രീതിയിലാണ് നമ്മുടെ പലരിലുള്ളത്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ മക്കൾ പല ധിക്കാരം കാണിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അപ്പനോട് അമ്മയോട് നമ്മൾ ഇതുപോലെ ധിക്കാരം കാണുമ്പോൾ ചിന്തിക്കണം. കാരണം നമ്മുടെ അപ്പനോട് അമ്മയോട് നമ്മൾ പലതരം ധിക്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ അതേ ധിക്കാരം നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ പണ്ട് ഞാനിത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അനുദമിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അനുദമിക്കേണ്ട ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അനുദമിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും അനുദമിക്കണം. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മാതാക്കന്മാരെ, നമ്മുടെ ഗുരുഭൂതരൊക്കെ നമ്മൾ അങ്ങനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ, ധിക്കാരത്തിന്റെ മറമൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുദമിച്ച് പ്രാർത്ഥിച്ച് അതിനെ കരുതി കളയുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ധാരാളം അഭിഷേകം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
പണ്ട് ഞാനങ്ങനെ വട്ടാതെ പറഞ്ഞ ഒരു കാര്യം ഞാൻ കുറച്ച് ധിക്കരിച്ച് കാരണം ഞാൻ ഇവിടെ വന്നേക്കാൻ അച്ഛൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛൻ വന്നേക്കാവേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് അവിടെ പോയി. ഞാൻ വീട്ടിൽ പോലും പോയില്ല. ഞാൻ അവിടെ പോയി നേരിട്ട് സൈവനിൽ പോയി റെക്കോർഡിങ് നടത്തി 3 ദിവസം ഫുള്ള് റെക്കോർഡ് ചെയ്ത് പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. ഞാൻ വീട്ടിൽ പോലും പോയില്ല, എവിടെ പോയില്ല. പ്രൈസല്ലോ പരിഹാരമായിട്ട്. ഹല്ലേലൂയ. പണ്ട് ധിക്കരിച്ച കാരണം അതിലൂടെ കുറെ കൃപ നഷ്ടപ്പെട്ടു പോയി ദൈവമേ. അതുകൊണ്ട് ദൈവം ഒരു അച്ഛനെ കൊടുക്കുന്ന കൃപ അച്ഛനുള്ള കൃപയാണ്, ജനത്തിനുള്ള കൃപയാണ്. പ്രത്യേകിച്ച് ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂടായി. അതിന്റെ മുമ്പിൽ നോക്കി ക്യാമറ നോക്കി പറയണ നല്ല പണിയാണ്. അപ്പൊ ആ മടിയെല്ലാം മാറാൻ വേണ്ടി ഞാൻ ഓർക്കാണ് അതിന് പരിഹാരം ചെയ്തത്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്കറിയാം നിങ്ങളുടെ കൊടുക്കുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്. പണ്ട് നല്ല പ്രായത്തിൽ കർത്താവ് പറഞ്ഞ പല ശുശ്രൂഷയിൽ പങ്കെടുക്കണം, വചനം കേൾക്കണം, ധ്യാനം കൂടണം, വികാരിച്ചുമാരും എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് പണിയിൽ നമ്മൾ പോയി കൂടിയില്ല. എന്ത് പറ്റി? കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾ പലതരത്തിൽ മോശത്തിലേക്ക് നാശത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധി ഉദിക്കുകയും ഇവിടെ നിന്ന് ഒരാഴ്ച അവധി എടുത്ത് അട്ടപ്പാടിയിൽ അല്ലെങ്കിൽ ചിറ്റൂരോ ഒക്കെ പോയി ധ്യാനം കൂടാൻ വേണ്ടി മാത്രം പോയി ആൾക്കാരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ നമ്മള് ധിക്കാരം കാണിച്ച അച്ഛനും തപ്പിയാർക്ക് ഒരേപോലെ കർത്താവ് അടി എഴുതാൻ സംശയമില്ല. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയാണ്, എസെക്കിയേൽ എന്ന് പറയാണ്, പ്രവാചക നീ ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീ ധിക്കാരി ആകരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ ശരിക്കും വാ തുറന്ന് ഭക്ഷിക്കണം. പലരും പറഞ്ഞു തരും, അത് നീ വാ തുറന്ന് ഭക്ഷിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ ഭക്ഷിക്കണം. അപ്പോഴാണ് നിനക്ക് ജീവൻ ഉണ്ടാകുകയും ശക്തി ഉണ്ടാകുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ടെലിഫിലിം കണ്ടായിരുന്നു. ദ ഹാർട്ട് ഓഫ് എ മർഡറർ എന്നാണ് എന്റെ പേര്. ദ ഹാർട്ട് ഓഫ് എ മർഡറർ എന്ന് അതിനെ കുറിച്ച് വായിച്ചായിരുന്നു. അതിൽ ദ ഹാർട്ട് ഓഫ് മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീന്ദർ സിംഗ് എന്ന് പറയുന്ന കൊലയാളിയുടെ മാനസാന്തര കഥയാണ്. ആ കൊലയാളി കൊന്നയാളാണ് സിസ്റ്റർ റാണി മരിയ എന്ന് പറഞ്ഞ മലയാളി സിസ്റ്റർ. 54 പ്രാവശ്യം സിസ്റ്ററിനെ അവൻ ബസ്സിലിട്ട് കുത്തി അവൻ ചിന്തിച്ചു നോക്കി. സിസ്റ്ററിനെ കണ്ണൊക്കെ കുത്തി പൊട്ടിച്ചത് 54 പ്രാവശ്യം. സിസ്റ്റർ ചെയ്ത എന്ന് വെച്ചാൽ പാവങ്ങളെ സ്നേഹിച്ച് അവർക്ക് വചനം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരോട് ഇവരുടെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തുള്ള സമീപനം ഈ മിഷണറിമാരുടെ നുണയന്മാര് അവർ ഷോ കാണിക്കുന്നതാണ്. അവർ കള്ളന്മാരാണ്. അവർ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ചെയ്യും. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിന്ദുക്കളെ കൊണ്ടുള്ള തട്ടിപ്പാടാണ് മിഷണറിമാർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരെ കുറെ ആൾക്കാർ പറഞ്ഞപ്പോൾ അവന് ഭയങ്കരമായ ദേഷ്യവും വാശിയും വെറുപ്പായി സിസ്റ്ററിനോട്. അങ്ങനെ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ വെറുപ്പ് വാശി എന്ന് പറഞ്ഞ് ഒരു 22-ാമത്തെ വയസ്സിൽ അവൻ 54 പ്രാവശ്യം ഈ വിശുദ്ധ സിസ്റ്ററെ കുത്തിക്കൊന്നു. അവൻ ജയിലായി. ആ ജയിലായ സമയത്ത് അവരെ കാണാൻ വേണ്ടി പിന്നെ സിസ്റ്റർ റാണി മരിയയുടെ അനിയത്തി സിസ്റ്റർ സെൽമ പോവുകയും കാണുകയും ചെയ്തു. അവന്റെ കയ്യിൽ രാഗി കെട്ടിക്കൊടുത്ത് അവനെ ഹഗ് ചെയ്ത് പറഞ്ഞു, യു ആർ മൈ ബ്രദർ, ഐ ലവ് യു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യം നീ കേരളത്തിലേക്ക് വരണം. എന്റെ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ എന്റെ സഹോദരനാണ്. മരിച്ചുപോയ സിസ്റ്ററിന്റെ പകരമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ് പറഞ്ഞു. അവൾ അതുകൊണ്ട് ഒരു മാനസാന്തരപ്പെടും. അയാൾ പൊട്ടിക്കരഞ്ഞ് ഈ ബിക്കം എ ന്യൂ ക്രിയേഷൻ. അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സ്നേഹത്തിന് അവൻ പൊട്ടിക്കരഞ്ഞു. തുടർന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സിസ്റ്റർ സെൽവിയും അപ്പനും അമ്മയും അവരുടെ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് എല്ലാം എഴുതി കൊടുത്തു, ഞങ്ങൾ നിരുപാധികം സമീപ സിംഗിനോട് ക്ഷമിക്കുന്നു, അവന് ശിക്ഷ അടച്ചു കൊടുക്കണം. അങ്ങനെ പിന്നെ അവന്റെ ശിക്ഷ കുറച്ച് അടച്ചു കൊടുത്തു. അവൻ ജയിലിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവൻ കേരളത്തിൽ പോയി സിസ്റ്റർ റാണിമേരുടെ അപ്പനമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്ന മുട്ടുകുത്തി രണ്ടുപേരും കൈവച്ച് സ്വന്തം മകൾ 54 പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തിയുടെ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ സ്നേഹിച്ചു. അങ്ങനെ ആ സാധനം ഒരു ടെലിഫിലിമാക്കി ഒരു ഇറ്റാലിയൻ സ്ത്രീ പ്രസിദ്ധീകരിച്ചു. അപ്പൊ കഴിഞ്ഞ മെയ് മാസത്തിൽ മാർപ്പാപ്പ ഈ ടെലിഫിലിം കണ്ടു. ടെലിഫിലിം കണ്ടപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഒരേ ആഗ്രഹം ഈ സമീന്ദർ സിംഗിനെ കാണണം. പക്ഷെ അവന് പാസ്പോർട്ട് ഒന്നും ഒരു പരിപാടിയില്ല. അങ്ങനെ മാർപ്പാപ്പ ഓർഡർ ഇട്ട് അവർ പാസ്പോർട്ട് ശരിയായി കൊടുത്തു. റോമിൽ എനിക്ക് അവനെ കാണണം. പ്രൈസ് ദി ലോർഡ്. കൂട്ടത്തിൽ സിസ്റ്റർ സെൽമി പോയി എനിക്ക് അറിയുന്നില്ല. പിന്നെ അവരുടെ ഫാദർ ബാബ അവന്റെ അച്ഛനുണ്ട്. അച്ഛനാണ് ഇവരെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചത്. അച്ഛനാണ് ജയിലിലൊക്കെ പോയി ഇവരെ ഒന്ന് ഒന്നിപ്പിച്ചത് അച്ഛന്. അപ്പൊ ഇവ പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എന്റെ കൂട്ടുകാര് എനിക്ക് പറഞ്ഞത് നുണ. ആ നുണയാണ് ഞാൻ ഇതുപോലെ പ്രപഞ്ചസാരിനെ മാറിയത്. ഇന്ന് അനേക മലയാളികളുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. പല കൂട്ടുകാരും പലതരം നുണയാണ് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മളെ വാപിടിച്ചാൽ മുഴുവൻ വിശ്വസിക്കും. എന്നിട്ട് ആത്മീയ കാര്യങ്ങളെ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നിശിതമായിട്ട് വിമർശിക്കുകയും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ നമ്മൾ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മളെല്ലാം ഒരു തിന്മയാണ്. അത് ശക്തമായ വചനം എങ്ങനെയാണ്? എഫേഷ്യൻസ് 5:6 പറയുന്നത് എങ്ങനെയാണ്? ആരും അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അതുവഴി അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിറയ്ക്കുന്നു. ഇവർ പറയാം അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് ആരും
നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പൊ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് പല ആൾക്കാർ. ഞാൻ കണ്ടത് അനേക ആൾക്കാർ വഞ്ചിക്കപ്പെടുകയാണ്. എങ്ങനെയാണ്? ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ആരെന്തെന്തോ നുണ പറഞ്ഞു, അതങ്ങ് വിശ്വസിച്ചു. അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് കുറ്റം പറഞ്ഞ ചില പള്ളിയിൽ ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്. കുർബാന കഴിഞ്ഞാലും കുടുംബസഭാ കഴിഞ്ഞാലും തിരിച്ച് കുറ്റം പറഞ്ഞത് കൂട്ടായ്മ എന്തൊരു കഥാപാത്രം. ചില ആൾക്കാർ പള്ളി പോകുന്ന കാരണമാണ്. ഞാനൊന്നും ആളുകൊണ്ട് എൻ്റെ ആഴ്ചയിൽ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന കുറ്റം പറച്ചിലാണ്. അതുകൊണ്ട് പിന്നെ പള്ളി പോകുന്നില്ല. എന്നാൽ അവിടെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറഞ്ഞ് എന്തെത്തി അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇതുമൂലം എന്താ സംഭവിക്കുന്നത്? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം. ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്കിന്റെ പൗലോസിന്റെ പറഞ്ഞ വാക്ക് ഒന്ന് വായിച്ചില്ലാരും ഒരുമിച്ച് വായിച്ചു. ആരും ചിന്തിച്ചു നോക്കി. നമ്മുടെ ഹൃദയം, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായി ദൈവത്തിന്റെ ക്രോധം വന്നിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. എങ്ങനെയാ വരുന്നത്? അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇതുമൂലം എന്ത് സംഭവിക്കുന്നു? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. അടുത്ത വളരെ കുറച്ചുകൂടെ ശക്തമായ സംഭവം പറയണം. അതുകൊണ്ട് അവരുമായി സമ്പർക്കം അരുത്. അടുത്ത എങ്ങനെയാണ്? അടുത്ത പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അവരുമായി സമ്പർക്കം അരുത്. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സമ്പർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ യൂത്തിന്, നമ്മുടെ ടീംസിന് ഇതിനുള്ള പ്രവണത ശക്തമാണ്. പ്രത്യേകിച്ച് പാർട്ടിക്ക് പോകുമ്പോഴേ അവരുടെ ഫ്രണ്ട്സ് വിളിക്കും. പാർട്ടിക്ക് പോകുന്ന അത്ര തന്നെ പാപമൊന്നുമല്ല. പക്ഷേ നമ്മുടെ പല കുട്ടികളും പാർട്ടിക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം അവരുടെ കൂടെ മദ്യപിക്കാൻ നിർബന്ധിക്കപ്പെടും. കുറച്ച് കൺട്രോൾ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് പിടിച്ചു കൊടുക്കും. പിന്നെ കൺട്രോൾ ഇല്ലാണ്ട് കൂടിയാവും. പിന്നെ വളർന്നത് പറയണം, അത് പറയണം, ഇത് പറയണം. അങ്ങനെ നമ്മുടെ ആത്മാവിന്റെ ശുദ്ധത അങ്ങനെ നഷ്ടപ്പെടുത്തും. വിശ്വാസം കൊണ്ട് കെട്ടുപോകുന്ന രീതിയിലേക്ക് അയക്കും. ബൈബിൾ പറയാണ് നമ്മുടെ ആത്മാവിന്റെ സുസ്ഥിതി നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം. എളുപ്പമല്ല. അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബന്ധിക്കാതിരിക്കാൻ വേണ്ടി അവരുമായുള്ള സമ്പർക്കം അരുത് എന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അഗസ്ത്യൻ നമുക്കറിയാം, സെന്റ് അഗസ്ത്യൻ താന്തോന്നിയായിരുന്നു, പെണ്ണുപിടുത്തക്കാരനായിരുന്നു, കൊച്ചുണ്ടായി. അങ്ങനെ നാശത്തിൽ കഴിഞ്ഞ അഗസ്ത്യൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഈ പെണ്ണ് യേശുവിനെ അറിഞ്ഞിട്ടില്ല. അവൾ യേശുവിനെ അറിയാത്ത കൊണ്ടാണ്. ഒരിക്കലും അഗസ്ത്യൻ യേശുവിനെ അറിഞ്ഞ് ഒരു ടൗണിലൂടെ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഈ പണ്ട് പാപം ചെയ്ത സ്ത്രീ അഗസ്ത്യനെ കണ്ടപ്പോ അഗസ്ത്യൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അഗസ്ത്യൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, പഴയ അഗസ്ത്യൻ ചത്തുപോയി, ഇത് പുതിയ അഗസ്ത്യനാണ് എന്ന് പറഞ്ഞത്. പഴയ അഗസ്ത്യൻ ചത്തുപോയി, ഇത് പുതിയ അഗസ്ത്യനാണ്. ഈ സമ്പർക്കം വരുന്നത് ഇന്ന് അനേക ആൾക്കാർ രണ്ടും കൂടെ കോംപ്രമൈസ് നോക്കാം. അതുകൊണ്ടാണ് പൗലോസ് സഭയ്ക്ക് രണ്ടാം ലേഖനത്തിൽ ഒരു ശക്തമായ വചനം പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണ് ഉള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ഒരിക്കലും എൻ്റെ ഒരു ബിസിനസ്സുകാരൻ, വലിയ ബിസിനസ്സുകാരനാണ്. അതേപോലെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആള് ഹിന്ദുവാണ്. ആൾ വളരെ സ്ട്രോങ് ബിലീവറാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ അവരുടെ എല്ലാ രൂപമെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അവരോട് എൻ്റെ മാതാവിനെ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് പറ്റിയാണ് അച്ഛൻ. എനിക്ക് എൻ്റെ ഈശോ ആ തന്നെയാണ് ദൈവം, ഇത് ദൈവമല്ല. ഞാൻ എന്നെ പൂജിക്കാനോ അതെനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വലിയ ബിസിനസ്സാണ്, ലക്ഷക്കണക്കിനാണ്. അദ്ദേഹം പറഞ്ഞു, നോ, നീ അങ്ങനത്തെ പാർട്ടീഷൻ വേണ്ട, എനിക്ക് എൻ്റെ കർത്താവാണ് നല്ലത്. പ്രൈസലോ. അങ്ങനെ ചെയ്യുന്ന മലയാളികളായ അനേക ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ട്രോങ് ആണ് ഡിസിഷൻസ്. അവർ ചില സാമ്പത്തിക നേട്ടത്തെക്കാൾ ആത്മീയ നേട്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ കനിയെ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് ജോലി കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവർ കനിയെ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ നല്ല ഒന്നാമത്തെ ജോലി ഇഷ്ടംപോലെ ശമ്പളമാണ്, സൺഡേ വർക്ക് ചെയ്യണം. അവള് പറഞ്ഞു, നോ, എനിക്ക് ജോലിയില്ല, ഞാൻ പട്ടിണി കിടന്നാലും ഞാൻ ഞായറാഴ്ച വർക്ക് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യമില്ല, നമുക്ക് ഇപ്പോഴത്തെ നേഴ്സുമാർക്കല്ലാണ്ട് പറ്റത്തില്ല, കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ സാധനം പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് സൺഡേ മാസിന് പോകാത്ത ഒരു ജോലി ശമ്പളം എനിക്ക് കാണാം. അവൾ ജോലി റിസൈൻ ചെയ്തു. പ്രൈസലോ. അവളുടെ എന്തെങ്കിലും കയ്യിൽ കൊടുക്കാവുന്നുണ്ട്. പ്രൈസലോ, അത് കയ്യിൽ കൊടുക്കാം. അതുപോലെ അനേക ആൾക്കാരുണ്ട്. പ്രൈസലോ. യേശുവേ നന്ദി. നോക്കിയേ, ബൈബിൾ പറയാണ് 2 Corinthians chapter 6 അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർതിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യും. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് അപ്പനും നിങ്ങൾ എനിക്ക് മക്കളുമായി.
അവൻ പറയാ, ഞാൻ നിനക്ക് അപ്പനായിരിക്കും, നീ എനിക്ക് മോനാണ് മോളാണ്. എപ്പോഴാണ്? നീ അവരെ വിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അവരെ വിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഞാൻ നിനക്ക് അപ്പനായിരിക്കും. ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ സ്വന്തം അപ്പനായിരുന്നു ഫ്രാൻസിസ് ഏറ്റവും അധികം നിന്നത്. ഫ്രാൻസിസ് തന്റെ ഉള്ളി പോലെ അങ്ങോട്ട് ഊരി കൊടുത്തിട്ട് പറഞ്ഞു, അപ്പൊ അപ്പനെ അപ്പൻ ബിഷപ്പിന്റെ മധ്യത്തിൽ അരമന വെച്ചിട്ടാണ്, ബിഷപ്പ് ശ്രദ്ധിച്ചിട്ടാണ്, എല്ലാം ഊരി കൊടുത്തിട്ട് പറഞ്ഞു, അപ്പ ഞാൻ ഇനി മുഴുവൻ എന്റെ ദൈവത്തിൽ നഗ്നനായി ഫ്രാൻസിസ് നടന്നുപോയതാണ് പറഞ്ഞത്. പിന്നെ അപ്പൻ ശരിക്കും അപ്പനായിട്ട് കണ്ടു. അത് വേറെ വലിയ സ്പിരിച്വാലിറ്റി. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത് വളരെ ഭയങ്കര ശക്തമായ വചനമാണ്. നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മേഖലകൾ കാണും. അവരെ വിട്ട് ഇറങ്ങി വരിക. അപ്പൊ എന്ത് പറ്റും? അശുദ്ധമാണ് തുടരുക. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ചില ആളുകൾ ഈ ധിക്കാരം എന്ന് പറഞ്ഞാൽ അത് ശക്തമായിട്ട് ആത്മീയ കാര്യങ്ങൾക്കെതിരെ, സ്പിരിച്വൽ കാര്യങ്ങൾക്കെതിരെ ഒരു ധിക്കാരത്തിലൊരു അരൂപി അത് ഇവിടെ എല്ലാ രാജ്യങ്ങളിലും അതുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയല്ല, ഒരു അരൂപിയാണ്. അങ്ങനത്തെ ഒരു അരൂപി പഴയ നിയമത്തിൽ കോറഹ്, ദാഥാൻ എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഒരു പ്രത്യേക അരൂപി. കോറഹ്, ദാഥാൻ, അബീറാം എന്ന 3 പേര്. ഈ 3 പേര് അവർ 2 പേര് മോശയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ദൈവം അരുളപ്പാട് കൊടുക്കുന്ന ആളാണ് മോശയ്ക്കാണ്. 103-ാം സംഖ്യത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? God revealed his ways to Moses and the acts of God to the people of Israel. ദൈവം തന്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, തന്റെ പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിന്. അപ്പം വഴികൾ എല്ലാവരും വെളിപ്പെടുത്തി കൊടുക്കുകയല്ല, അത് ദൈവം തന്റെ പ്രിയപ്പെട്ട തെരഞ്ഞെടുത്ത പ്രത്യേക വ്യക്തിയുണ്ട്, അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവം തന്നെ വഴികൾ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു? വെളിപ്പെടുത്തി കൊടുക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഡിവൈൻ ധ്യാനത്തിന്റെ വഴികൾ പരിശുദ്ധാത്മാവ് 90% വെളിപ്പെടുത്തും. അതെല്ലാവരും വെളിപ്പെടുത്തി കൊടുക്കില്ല. ദൈവം 90% വഴികൾ വെളിപ്പെടുത്തി കൊടുത്തു. അച്ഛനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അഭിഷേകം. പട്ടായച്ചനാണെങ്കിൽ സെയ്യോന്റെ ദൈവം അച്ഛനാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഓരോ ചില ഏരിയയിൽ പ്രത്യേകിച്ച് ദൈവം ആ വ്യക്തിക്ക് ആ വഴികൾ വെളിപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ സാധുക്കിയുടെ കാര്യം ബെനിസാണ് വെളിപ്പെടുത്തി കൊടുത്തു. God revealed his ways to Moses and the acts to the people of Israel. ജനം നോക്കുമ്പോൾ ജനം പ്രവർത്തികളുടെ ഫലം കാണുകയാണ്. അഭിഷേകങ്ങൾ, മാനസാന്തരങ്ങൾ, വിടുതലെല്ലാം കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ യേശുവേ നന്ദി. ഏതായാലും ദൈവം മോശം വെളിപ്പെടുത്തി കൊടുത്തെങ്കിലും ഈ 3 പേർക്ക് ഭയങ്കരമായ ദേഷ്യം മോശയോട്. അബ്രഹാം, കോറഹ്, ദാഥാൻ, ഈ 3 പേർക്കും മോശയോട് ഭയങ്കര ദേഷ്യം. അവർ പറഞ്ഞെങ്ങനെയാണ്? ഈ മോശയ്ക്ക് മാത്രം ദൈവത്തിന് വെളിപാടുള്ളൂ, ഞങ്ങളെല്ലാം ദൈവത്തിന് മക്കളൊന്നുമില്ല. അത്രയ്ക്കാണ് ഓരോ കാര്യം മോശ പറയുന്നു. ജനം മുഴുവൻ വിശുദ്ധരാണ്. ഇവരങ്ങോട്ട് മോശക്കെതിരെ ശക്തമായൊരു പ്രചരണം ആരംഭിച്ചു. ചില ഇടവകൾ അങ്ങനത്തെ ഒരു അരൂപിയുണ്ട്. ഏത് അച്ഛൻ വന്നാലും അച്ഛനെ കരയിച്ചു വിടുന്നൊരു അരൂപിയുണ്ട്. ഈ അബ്രഹാം, ദാഥാൻ, കോറഹിന്റെ അരൂപിയാണ് ആ ഇടവകയിൽ ഇങ്ങനെ നടമാടുന്നത്. ഞാൻ ഒരിക്കലും കോയമ്പത്തൂർ ഒരു പള്ളിയിൽ ആ ചെന്ന ഞാൻ മാതൃസംഘാരെ പൊട്ടിക്കറിഞ്ഞ അച്ഛ, അനേക വർഷമായി ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു അച്ഛനെ പോലും ഞാൻ കരയിക്കാൻ വിട്ടിട്ടില്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ തിരിച്ചു പോകാൻ പടക്കം പൊട്ടിക്കുക, അച്ഛനെ അങ്ങനെ കളിയാക്കി കൊടുത്ത് മാക്സിമം അച്ഛനെ അവഗണിച്ചു വിടുക. ഒറ്റ അച്ഛനെ ഞങ്ങളെ വിഷമിക്കാൻ വിട്ടില്ല. ഞങ്ങളുടെ ഇടവകയിൽ എന്തോ ഒരു അരൂപിയുടെ പേരാണ് കോറഹ് അരൂപി, അബ്രഹാം, ദാഥാൻ അരൂപി. ഈ അരൂപി വന്നു കഴിഞ്ഞാൽ മോശക്കെതിരെ എങ്ങനെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ബൈബിൾ പറയാണ് അവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് ഭയങ്കര പിടിപാടാണ്, അവർക്ക് വീടുകൾ കയറി ഇറങ്ങാൻ പിടിപാടാണ്, അവർക്ക് ആൾക്കാർ ഒരുമിപ്പിക്കാൻ ഭയങ്കര. ഇനി ഇവർ 3 പേരും കൂടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന 250 മെയിൻ ലീഡേഴ്സിനെ സംഘടിപ്പിച്ചു, മെയിൻ ആൾക്കാരെ സംഘടിപ്പിച്ചു. എന്നിട്ട് അവര് മോശയ്ക്കും അഹറോനെതിരെ ഇവരെ അങ്ങോട്ട് നിർത്തി. മോശ അവർ 2 പേരും കൂടെ മാത്രം. ബാക്കി നോക്കുമ്പോൾ മെയിൻ ഇടവകത്തെ അംഗങ്ങളെല്ലാം കമ്മിറ്റിക്കാരെ, നമ്മുടെ ഭാഷപ്പാടെ കൈകാരന്മാരെല്ലാവരും കൂടെ 250 പേര് അവരോട് നിൽക്കുകയാണ്. ഇവിടെ വലിയച്ഛൻ മോശം, കൊച്ചുതൻ അഹറോൻ 2 പേരോട് നിൽക്കുകയാണ്. 2 പേര് പറയാണ്, എടോ തനിക്ക് മാത്രമല്ല പരിശുദ്ധാത്മ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ജനമൊക്കെ വിശുദ്ധരാണ്, നല്ല ആൾക്കാരാണ്. താൻ ഓരോരുത്തരും അനുദരിക്കും, പശ്ചാത്തലിക്കും, ഇത്ര കാര്യം പറയാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് 4 ഡയലോഗ് ഈ അബ്രഹാമും, കോറഹും, ദാഥാനും കൂടെ പറയാണ് മോശയ്ക്കെതിരെ. മോശയുടെ കണ്ണെന്ന് പറയാൻ തുടങ്ങി. മോശ മുട്ടുകുത്തി കമ്മു നിൽക്കണം. ഞാനാണ് നല്ല പേര് പറഞ്ഞത്, അച്ഛന്മാരാണ് അല്ലേ, അവരാണ് ആ ഡയലോഗ് വിഷയം. ഈ മോശ നല്ല അച്ഛനായ കാരണം മുട്ടുകുത്തി കാരണം. അപ്പം ദൈവം അയാൾക്ക് വേണ്ടി വാദിക്കും.
അച്ഛന്മാർ നേരത്തെ തെറി പറയുന്ന കാരണം അച്ഛന്മാർക്കൊന്നും ദൈവം ഒരു വാദിക്കാനും പോവുകയില്ല. അപ്പൊ ഈ അച്ഛൻ ചെയ്ത് അപ്പൊ തന്നെ ഈ മോശം മുട്ടുകുത്തി കരഞ്ഞ് അപ്പം കമ്മിഴ്ന്ന് വീണ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇവര് പറഞ്ഞതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മോശയുടെ ഒരു മതനെ എനിക്ക് ഭയങ്കരമായിട്ട് സ്പർശിച്ചു. മോശം പറയാണ്, കർത്താവേ ഇവരുടെ ഒരു കഴുതയെ പോലും ഞാൻ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഇവരുടെ 5 വയസ്സിൽ ഞാൻ മേടിച്ചത് നിനക്കറിയാം. ഒരു വസ്തുക്കളും ഒരു ഒന്ന് വരുന്ന ഞാൻ നിനക്കറിയാമല്ലോ. ദൈവമേ എന്നൊക്കെ ഒറ്റ കരച്ചിൽ. അങ്ങനെ കരച്ചിലാണ് താഴെപ്പോഴേക്കും ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞു, പിന്നെ ഞാൻ ഇപ്പൊ തന്നെ എല്ലാത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. ഇവിടെ സഹോദരങ്ങളെ തുടർന്ന് മോശ അവനെ കുറച്ച് ഡയലോഗ് ഒന്നും വിജയിച്ചില്ല. അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ഇവന്റ് ഉണ്ടാകുകയാണ്. ദൈവം മോശയോട് അവനോട് പറഞ്ഞു, ഞാൻ അഗ്നി ഇറക്കി അത് ഞാൻ ഇവരെ ഭൂമി പിളർന്ന് അതിനുള്ളിലേക്ക് ഇവരെല്ലാം അടുപ്പിക്കുകയാണ്, അതുകൊണ്ട് ജീവൻ വേണ്ടല്ല മാറുന്ന പറയാൻ പറഞ്ഞു. മോശ പറഞ്ഞതേ ദൈവമായ കർത്താവ് ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ മാറുമെന്നോ. ഇപ്പൊ പിന്നെ പാതാളം പിളർന്ന് ദൈവം എല്ലാത്തിനും കൂടെ നശിപ്പിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. ആളുകള് അവര് കുറെ പേർ ഓടിപ്പോയില്ല. ഉടൻ തന്നെ അതുപോലെ സംഭവിച്ചു. വലിയ ഒരു ശബ്ദം, ഭൂമി അങ്ങനെ പിളർന്ന് ഇവര് 250 ആൾക്കാർ അതിലേക്ക് ഞങ്ങളുടെ ജീവനോടെ പോയതാണ് സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ റിബല്യസ് നേച്ചറിന് കൊടുക്കുന്ന വലിയൊരു ശിക്ഷയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഈ ഫോറിൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ എന്നാ, ദൈവം റിബല്യസ്, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ലൂസിഫറും അവർ സംഘവും കൂടെ അവര് ദൈവം കൊടുത്ത അവരുടെ ഫ്രീഡം ഉപയോഗിച്ച് അവര് ഫോളൻ ഏഞ്ചൽസ്, റിബല്യസ് ഏഞ്ചൽസ് ആയിട്ട് മാറിയത്. ഇന്നും അനേക ആൾക്കാർ റിബല്യസ് ഏഞ്ചൽസിന്റെ പുറകെ പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ദൈവിക കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമ്മുടെ ആത്മീയതയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. എനിക്കറിയാം ചിലപ്പോൾ ചില ഇടവുകളിലൊക്കെ ഒരു പൊതുയോഗം കൂടുക പറഞ്ഞാൽ ഒരു വികാരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കഷ്ടപ്പാടുള്ള സമയമാണ് പൊതുയോഗം കൂടുന്ന സമയം. ഇവിടെ നമുക്ക് പിന്നെ അത്രയും സ്ട്രോങ് അല്ലെങ്കിലും ഇവിടെ കുറച്ചൊക്കെ ആയിവിടെ നമുക്ക് തോന്നുന്ന ഏരിയയിൽ അച്ഛന്മാരോട് ഏറ്റവും ബുദ്ധിമുട്ടാണ് പൊതുയോഗം. അന്ന് അച്ഛന്മാരെ ഭയങ്കര പ്രയാസമാണ്. ചില ആൾക്കാർ ഒരുമിച്ചുകൂടി അബ്രഹാം ദാത്താൻ ആത്മാവ് വായിച്ച ആൾക്കാർ ഒരുമിച്ചുകൂടി അവരിങ്ങനെ പ്ലാൻ ചെയ്ത് അവർ ശരിക്കും അങ്ങോട്ട് പലതരത്തിലുള്ള തിന്മകൾ അങ്ങോട്ട് പറഞ്ഞു പരത്തുകയും അന്ധകാരത്തിന്റെ അരൂപിക്ക് അവരെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കർത്താവിനടുത്ത് കരുണയ്ക്ക് വേണ്ടി ഈ മേഖലയിൽ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കാം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം കൂടെ ശക്തമായി പറയാൻ പറയുന്നുണ്ട്. അത് യെശയ്യാ പ്രവചനം 8-ാമത്തെ അധ്യായം. അത് നമ്മളോട് കുറെ പേർക്ക് പറയാം. നമുക്കൊരു സോഷ്യൽ ഫിയർ പല ആൾക്കാർക്കുള്ളിലുണ്ട്. ഒരു സാമൂഹികപരമായ പേടി എന്ന് പറഞ്ഞാൽ തിന്മ അങ്ങനെ തോപ്പിക്കാൻ പേടി. ഓക്കെ, നമുക്കൊരു ബോധ്യം ലഭിച്ച് മദ്യപിക്കുന്നില്ല, പക്ഷെ എങ്കിലും നമുക്ക് പേടിയാണ്. അതിന്റെ കളിയാകുന്നു അതല്ല. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? 11-ാമത്തെ വാക്യം, തന്റെ ശക്തമായ കരം എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടെ എന്നോട് അപേക്ഷ ഈ ജനത്തിന്റെ മാർഗത്തെ ചലിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിന് നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും വരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുക, അവിടുത്തെ ഭയപ്പെടുക. അവിടുത്തെ ഭയപ്പെടുക, മനുഷ്യനെ ദൈവത്തെ ഭയപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. 2 പത്രോസ് 2:8 വചനത്തെ ധിക്കരിക്കുന്നവൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. വളരെ ഏറ്റു പറയാം, വചനത്തെ ധിക്കരിക്കുന്നവൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. ഹല്ലേലൂയ. വചനത്തെ ധിക്കരിക്കുന്നവൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കറിയാൻ താഴ്ത്താം. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം ഒന്ന് അനുദപിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ ഗുരുബോധരൻ നമ്മൾ ഒരുപാട് ധിക്കാരം നമ്മളെ കാണിച്ചു, നമ്മുടെ ഒരു പ്രായത്തിൻ്റെ ഉണ്ട് എങ്കിലും നമുക്ക് അനുദപിക്കേണ്ട മേലുള്ള അനുദപിക്കണം. നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ വൈദികര്, നമ്മുടെ ഇടവകയിൽ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ധിക്കാരായിട്ട് നമ്മൾ പോയി നമ്മൾ ചുമ്മാ വർത്താനം പറഞ്ഞ് നമ്മൾ പോകുന്ന ആൾക്കാരെ ചൂണ്ടിയൊക്കെ കള്ളു കുടിച്ചിരുന്നില്ല, അതൊക്കെ ഭയങ്കര ധിക്കാരാണ്. അപ്പൊ അതിലൂടെയൊക്കെ ഭയങ്കര തിന്മയാണ് നമ്മുടെ മേഖല വന്ന് വാസിക്കും. അപ്പൊ അങ്ങനെയൊക്കെ തിന്മകൾ വന്ന് വസിച്ചിട്ടുണ്ടെങ്കിൽ അനുദമിച്ച് ചില സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ധ്യാനമുണ്ട്, മതന ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ മലയാള കുർബാനയുണ്ട്, കുർബാന, അതിന് പോകാൻ ആ സമയത്തിരുന്ന് ആളുകളെ വിളിച്ചു കൂട്ടി മദ്യപിക്കുകയും കുറ്റം പറയുകയും ഇങ്ങനെ രസിച്ചിരിക്കുമ്പോൾ അത് ഭയങ്കര റിബല്യം. അപ്പൊ അത് ഭയങ്കരമായ നമ്മുടെ കുടുംബങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ മക്കളൊക്കെ റിബല്യസായിട്ട് സാധ്യത വളരെ വളരെ കൂടുതലാണ്.
അല്ലാണ്ട് തന്നെ രാജ്യത്ത് വലിയ ചെറുപാത കൂടുതലാണ്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് അതുകൊണ്ട് അനുദപിച്ച് നമ്മുടെ മതത്തിലുള്ള എല്ലാ മേഖലകളെ ഓർത്ത് നമ്മൾ അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ കർത്താവായ യേശുവിൻ്റെ പക്കലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവൻ ദൈവമായിരുന്നിട്ടും അവൻ അനുസരണമുള്ളവനായിട്ട് മാറി. കുരിശു മരണം വരെ അവനനുസരിച്ചു. ഒരുപാട് ആൾക്കാർ ഹൃദയസ്ഥാനത്ത് പെരുമാറിയ പകരം യേശു അവൻ അനുസരണമുള്ളവനായിട്ട് മാറി.